നമസ്കാരം. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം വിവാഹത്തിന് ശേഷം ശുക്ലവിസർജനം നടക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ശുക്ലവിസർജനം നടക്കുന്നില്ല. 28 വയസ്സായി. അപ്പോൾ ഞാൻ ചോദിച്ചു, വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? അന്നൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. സ്വയംഭോഗം ചെയ്യുമ്പോഴൊക്കെ ശുക്ലം വരുമായിരുന്നു. മാത്രമല്ല, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. വിവാഹത്തിന് 6 മാസം മുൻപ് വരെയും ഞങ്ങളുടെ ബന്ധം തുടർന്നിരുന്നു. അവളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, എന്നെ ചതിച്ചു. ഞാനതിൽ വളരെ നിരാശനായിരുന്നു. പക്ഷേ വീണ്ടും മറ്റൊരു കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ 1 വർഷത്തോളം ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലൊക്കെ ശുക്ലവിസർജനത്തിന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അന്ന് ആ പെൺകുട്ടി പോയതിന് ശേഷം മനസ്സിന് കുറേ വിഷാദമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ വിചാരിച്ചു. എങ്കിലും വീട്ടുകാരെല്ലാം നിർബന്ധിച്ചു. സാഹചര്യങ്ങൾ മാറി. എനിക്കും തോന്നി, അവളെന്തായാലും പോയി, മറ്റൊരാളെ കെട്ടിക്കളയാം, അവളോടുള്ള പക തീർക്കാനും കൂടി കല്യാണം വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ ബന്ധപ്പെട്ടില്ല. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ബന്ധം നടന്നു. പക്ഷേ അന്നൊരു ചെറിയ പ്രശ്നമുണ്ടായി. അന്ന് പെൺകുട്ടിക്ക് അല്പം ബ്ലീഡിങ് ഉണ്ടായി, ചെറിയ വേദനയുണ്ടായി. ഞാൻ ആ ബ്ലഡ് കണ്ടു. ബ്ലഡ് കാണുന്നത് എനിക്ക് അല്പം പേടിയാണ്. ഞാൻ ചെറുപ്പത്തിലെ ഒരു കൈ മുറിഞ്ഞാൽ പോലും നോക്കാറില്ല. വീട്ടിലാരുടെയും കൈ മുറിഞ്ഞാൽ ഞാൻ നോക്കാറില്ല. ചോര കാണുന്നത് എനിക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ട ബ്ലഡിൻ്റെ സ്റ്റെയിൻ ബെഡിലും ഒക്കെ പറ്റിയത് കണ്ടു. അത് കണ്ടതോടെ മനസ്സ് വല്ലാതെ മടുത്തുപോയി. പിന്നെ ഞാൻ ഏതാണ്ട് 1 മാസത്തോളം ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഭാര്യ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ബന്ധപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ശുക്ലവിസർജനം വരുന്നില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ശുക്ലവിസർജനം വരാത്തതിന് പിന്നിലുള്ള കാരണങ്ങൾ മാനസികമാണ്. യൂഷ്വലി ശാരീരികമായ കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് 6 മാസം മുൻപ് വരെയും ശുക്ലവിസർജനം ബന്ധങ്ങളിലും നടന്നിരുന്നു. അതുപോലെ അതിന് ശേഷവും സ്വയംഭോഗത്തിൽ നടന്നിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉണ്ടായ ഒരു മാനസികാഘാതം, പലപ്പോഴും ഉണ്ടാവുന്ന ചില മാനസിക പ്രശ്നങ്ങൾ ആണ് ഇത്തരം ശുക്ലവിസർജനത്തിന് വിഘാതമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ഒരു പരിധിവരെ ചികിത്സയിലൂടെ ഇവരെ സഹായിക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊരു റിസൾട്ടൊക്കെ കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ചില കേസുകളിൽ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ ആ ടെൻഷനാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.